ഹായ് ഫ്രണ്ട്സ്, ഹൈവേ മുസാഫിർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് വെങ്ങളം മുതൽ ചെങ്ങോട്ടുകാവ് വരെ, കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്ന അതുവരെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ വെങ്ങളം ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മണ്ണിട്ട് ഉയർത്തി വരാനുള്ള കേട്ടോ. പാനൽ വെച്ചിട്ട് ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേമാതിരി ആ ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. തിരുവങ്ങൂർ, ചേമഞ്ചേരി ആ ഭാഗം അതിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ചെങ്ങോട്ടുകാവ്, ഇത്രയും ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെങ്ങളം കഴിഞ്ഞു നമ്മൾ മുന്നോട്ട് പോരുമ്പോഴേ ഇവിടെ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. അതിൻ്റെ വലിയ പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഒക്കെ മണ്ണിട്ട് ഉയർത്തി ഈ ഭാഗത്ത് വരാനുള്ളതാണ്. കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഇതിന് മുന്നേ വന്നതിൻ്റെ ശേഷം ഉള്ള മുന്നത്തെ വീഡിയോ ഇപ്പോൾ നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ കഴിഞ്ഞു, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തിരുവങ്ങൂർ അവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. ഫ്ലൈ ഓവറിലട്ടോ ഒരു അണ്ടർപാസ്സാണ് വരുന്നത്. ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ്. ഒരു മാറ്റവും വന്നില്ല കേട്ടോ. ഇവിടെ നിന്നൊന്നും പറയാനില്ല. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഇപ്പോൾ പുതിയ ഹൈവേയിൽ കൂടിയാണ് ഈ ഭാഗത്ത് കടന്നു പോകുന്നത്. വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നൊന്നും പറയാൻ ഇവിടെ ആയിട്ടില്ല. നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ, ഒരു സ്ഥലം വിടാതെ. എല്ലാവരും വർക്ക് കഴിഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് കാണിക്കുക. നമ്മൾ മൊത്തം എടുത്തുകൊണ്ട് പോകലാണ് വീഡിയോ. ഇതിപ്പോൾ നിലവിലുള്ള ഹൈവേ ആണ്. ഒരു ഭാഗത്ത് സർവീസ് റോഡ് അവിടെ കുറച്ച് ഭാഗം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ചേമഞ്ചേരി, ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോൾ ഇവിടെ തുടങ്ങുന്നുള്ളൂ കേട്ടോ. മഴ കാരണമാവും വർക്കൊക്കെ നീണ്ടു പോകുന്നത്.
എന്തായാലും കോഴിക്കോട് കണ്ണൂർ റൂട്ടേ ഏകദേശം ഒരു കൊല്ലൊന്നും മതിയാവില്ല കേട്ടോ വർക്കുകൾ മുഴുവനാനും. അതിന് മാത്രം വർക്കുകളുടെ പെൻഡിങ് തന്നെ കാണുന്നത്. ഇവിടെ കുറച്ച് ഭാഗം 6 വരി പാതയുടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗം ചെറിയ മാറ്റം, പിന്നെ പഴയപടി തന്നെ അവിടെ ഇങ്ങനെ വന്നോളൂ. വർക്ക് കഴിഞ്ഞാൽ അടിപൊളിയാവട്ടെ. ഈ സ്ഥലങ്ങളൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ലെഫ്റ്റ് സൈഡിൽ ട്രെയിൻ പോകുന്നപ്പോൾ ഇങ്ങനെ സുഖമായിട്ട് കാണും. ഒരു വളവുണ്ടായിരുന്നു, ആ വളവൊക്കെ പോകാൻ നിർത്തിട്ടോ നേരെ അലൈൻമെൻ്റൊക്കെ നേരെ ആക്കിയിട്ടാണ് പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ മണ്ണ് ഇട്ട് ഉയർത്തി വരുന്നുണ്ട്. ബാക്കി തോന്നുന്ന ലെവലിലായിരിക്കും ഇവിടെയൊക്കെ റോഡ് പോകുന്നത്. ഇവിടെ ഒന്നും ഒരു പ്രത്യേക ഒന്നും മാറ്റമൊന്നും കാണുന്നില്ല. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അപ്പോൾ ഈ അണ്ടർപാസിന് കണക്കായിട്ട് ഇവിടെ ഉയർന്നു വരാനുള്ളതാണ്. പല വഴിക്കാട്ടോ വാഹനങ്ങൾ തിരിച്ചു വിടുന്നത്. അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ വാഹനങ്ങളിൽ പോകുന്നത് നല്ല ശ്രദ്ധിക്കണം. ഈ ഭാഗത്തൊക്കെ പെട്ടെന്നാണ് ആ ഡിവൈഡർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പൊതുവേ റോഡ് വളരെ മോശമായി കിടക്കുകയാണ്. മഴ പെയ്തിട്ട് പല ഭാഗങ്ങളിലും കോഴിക്കോട് നിന്ന് കണ്ണൂർക്ക് പോകുന്നവർ ഒക്കെ നല്ല ശ്രദ്ധിച്ച് പോവുക. രാത്രി കാലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ നല്ല ഹൈവേയിലേക്കാണ് പോയിട്ട് ആണ് ചെന്ന് വീഴുന്നത് പഴയ റോഡിലേക്കായിരിക്കും. അവിടെ കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സെൻറ്ററിൽ ഡിവൈഡറിൻ്റെ വർക്കൊക്കെ ഈ ഭാഗത്ത് കഴിഞ്ഞാണ്. ഒരു ലെഫ്റ്റ് സൈഡിൽ കാഷ് ബാരിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ചെങ്ങോട്ടുകാവ് ആ അണ്ടർപാസിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഈ ഭാഗത്തു നിന്ന് ഉയർത്തി വരുന്നുണ്ട്. അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ കണ്ടു. അപ്പോൾ നല്ല റോഡ് കഴിഞ്ഞു. ഇവിടെ റോഡ് പെട്ടെന്ന് മോശമാകുകയാണ്. ഇവിടെ അലൈൻമെൻറ്റിൽ ചെറിയൊരു മാറ്റമുണ്ട്. റോഡ് നേരെ പോകുന്നത് ചെങ്ങോട്ടുകാവ് ടൗണ് ടച്ച് ചെയ്യാതെ. സർവീസ് റോഡ് ആ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഇത്രയും ഭാഗങ്ങളൊക്കെ ഇവിടെ ഫ്രീ ആയി. ടൗണ് അതേമാതിരി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ടൗണ് പോയിട്ടില്ല.
പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ചെങ്ങോട്ട് കാവിൽ. അവിടുന്ന് അങ്ങോട്ടാണ് കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേമാതിരി ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്.